നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ പേര് ഓസിലേഷൻസ്. നമുക്കറിയാം ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓസിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുടെ മനസ്സിലും ചിലപ്പോൾ വ്യത്യസ്ത ചിത്രങ്ങളായിരിക്കും വരിക. ചിലരുടെ മനസ്സിൽ ക്ലോക്കിന്റെ ആ പെൻഡുലം ആടുന്ന അതായിരിക്കും വരിക. ചിലരുടെ മനസ്സിൽ വെറും ഒരു സാധാരണ പെൻഡുലം, ഒരു നൂലിൻ്റെ അറ്റത്ത് ഒരു ബോബ് കെട്ടിയിട്ട് അങ്ങനെ ഒരു പെൻഡുലം ആടുന്ന അത്തരം ഒരു മോഷൻ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരിക. അപ്പോൾ ഓസിലേഷൻസ് എന്ന വാക്ക് നമുക്ക് പരിചിതമാണ്, നമ്മളിത് കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകൾ നമുക്കറിയാം. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ തുടക്ക ഭാഗത്തൊക്കെ അതിനൊന്ന് റിഫ്രഷ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്താണ് പീരിയോഡിക് മോഷൻ? ഈ ഡെഫിനിഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പീരിയോഡിക് മോഷൻ? ഒരു നിശ്ചിത സമയത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ചലനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുക. ഇറ്റ് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. എക്സാമ്പിൾ എന്തൊക്കെയാണ്? സർക്കുലാർ മോഷൻ. അതിങ്ങനെ ആ ഒരു വട്ടം ചുറ്റി കഴിഞ്ഞാൽ വീണ്ടും അതേ ആദ്യത്തെ സ്ഥലത്ത് തന്നെ എത്തി, വീണ്ടും അത് തന്നെ തുടങ്ങും, വീണ്ടും അത് തന്നെ തുടങ്ങും, അങ്ങനെ. ഇനി മോഷൻ ഓഫ് എ സ്വിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഊഞ്ഞാലിന്റെ ആട്ടം, അതൊക്കെ എന്താണ്? പീരിയോഡിക് മോഷനാണ്. കൃത്യ ഇടവേള കഴിഞ്ഞാൽ വീണ്ടും അതേ ചലനം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസിലേറ്ററി മോഷൻ പീരിയോഡിക്കുമാണ്. പിന്നെയോ ടു ആൻഡ് ഫ്രോ, ഒരു പോയിന്റിൽ നിന്ന് മുന്നോട്ടേക്കും പിന്നോട്ടേക്കും, ഒരു പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്കും പിന്നോട്ടേക്കുമുള്ള ചലനമാണ് എന്തിലുണ്ടാവുക? ഓസിലേറ്ററി മോഷനിൽ ഉണ്ടാവുക. ഓസിലേറ്ററി മോഷൻ പീരിയോഡിക് ആണ്. ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ മുന്നോട്ടും പിന്നോട്ടും. എന്തൊക്കെയാണ് എക്സാമ്പിൾ? മോഷൻ ഓഫ് എ സ്വിംഗ്, ഊഞ്ഞാലിന്റെ ആട്ടം. മോഷൻ ഓഫ് എ പെൻഡുലം, നമ്മൾ പറഞ്ഞ പോലെ ക്ലോക്കിന്റെ പെൻഡുലം ഉണ്ട്, സാധാരണത്തെ പെൻഡുലം ഉണ്ട്. നോക്കൂ, ഇതാണ് മീൻ പൊസിഷൻ. ഈ പൊസിഷനെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക്, അത് നമ്മൾ എക്സ്ട്രീം പൊസിഷൻ +A എന്ന് വിളിക്കുന്നു. പിന്നോട്ടേക്ക് അത് നമ്മൾ എക്സ്ട്രീം പൊസിഷൻ -A എന്നും വിളിക്കുന്നു. എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം മീൻ പൊസിഷൻ ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ ഇവിടെ നിന്ന് ഒരു പെൻഡുലം ആണെങ്കിൽ ഇവിടെ നിന്ന് ആടി മാക്സിമം ഉള്ള പോയിന്റിലെത്തി തിരിച്ച് അതേ പോയിന്റിലൂടെ കടന്നുപോയി മിനിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള, അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ അതർ ഡയറക്ഷനിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ പോയി വീണ്ടും തിരിച്ച് ഇവിടേക്ക് തന്നെ വരും, അല്ലേ? അപ്പൊ ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ഈ വസ്തു നിൽക്കുന്ന പൊസിഷൻ, ആ മീൻ പൊസിഷനിൽ നിന്നും ആ പൊസിഷനിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ അറിയാം, എക്സ് കൂടി 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 പോയി എവിടെ വരെ എത്താൻ പറ്റുള്ളൂ? +A വരെ അല്ലെങ്കിൽ -A വരെ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് A എന്ന് വിളിക്കുക. മീൻ പൊസിഷനിൽ ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെയാണ് വെർട്ടിക്കൽ എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? x = 0 ആയിരിക്കും. എക്സ്ട്രീം പൊസിഷനിൽ ഇവിടെയാണെങ്കിൽ x = +A ആയിരിക്കും. ഈ പൊസിഷനിലാണെങ്കിൽ x = -A ആയിരിക്കും. ഈ സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഓസിലേറ്ററി മോഷനും പീരിയോഡിക് ആണ്, പക്ഷെ എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി അല്ല. നമുക്കറിയാം, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പീരിയോഡിക് മോഷനാണ്. എർത്തിന്റെ മോഷൻ പറയുന്നത് 365 ദിവസം കൂടുമ്പോൾ ആ മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതെന്തല്ല? ഒരു ഓസിലേറ്ററി മോഷൻ അല്ല. നേരെ മറിച്ച് ഒരു തയ്യൽ സൂചി, നമ്മൾ മെഷീൻ അടിക്കുമ്പോൾ തയ്യൽ സൂചി മുകളിലേക്കും താഴേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ? അതൊരു ഓസിലേറ്ററി മൂവ്മെന്റ് ആണ്. അതേസമയം തന്നെ അത് പീരിയോഡിക്കുമാണ്. ഒരു നിശ്ചിത സമയത്താണ് അത് എന്ത് ചെയ്യുന്നത്? മുകളിലേക്കും താഴേക്കും അതിന്റെ ചലനം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ all oscillatory motions are periodic, but all periodic motions are not need not be oscillatory. ആവാതിരിക്കാം. ഇനി കുറച്ച് ടേമുകളാണ്. എന്താണ് ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ? സ്മോളസ്റ്റ് ഇന്റർവെൽ ഓഫ് ടൈം ആഫ്റ്റർ വിച്ച് ദ മോഷൻ റിപ്പീറ്റ്സ്. ഒരു നിശ്ചിത സമയത്തിന് ശേഷം ചലനം ആവർത്തിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ആ നിശ്ചിത സമയം, ഏറ്റവും ചെറിയ നിശ്ചിത സമയം, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ടൈം പീരിയഡ് എന്ന് വിളിക്കുക. ഇനി ഒരു തന്നിട്ടുള്ള ഒരു സമയത്തിൽ എത്ര തവണ ഈ ചലനം ആവർത്തിക്കും? വളരെ സ്പീഡിലുള്ള ഒരു മൂവിങ് ബോഡി ആണെങ്കിൽ, ഒരു തയ്യൽ സൂചിയാണെന്ന് വിചാരിക്കും, ഒരു സെക്കൻഡിൽ തന്നെ എത്ര തവണ, അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ തന്നെ എത്ര തവണ അത് മുകളിലേക്കും താഴേക്കും പോകും. അങ്ങനെ ഒരു നിശ്ചിത സമയത്തിൽ എത്ര തവണ ഈ ചലനം ആവർത്തിക്കും എന്ന് കാണിക്കുന്ന പദമാണ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് റിപ്പിറ്റേഷൻസ് ദാറ്റ് ഒക്കർ പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസിന്റെ യൂണിറ്റ്? 1/t, അല്ലെ? ഒരു സെക്കൻഡിലുള്ള ആവർത്തനമാണ്. അപ്പോൾ 1/t ആണ്. അതാണ് (10⁻⁻1) അല്ലെങ്കിൽ ഹേർട്സ് ആണ് നമ്മൾ കൂടുതലും ഫ്രീക്വൻസിക്ക് ഉപയോഗിക്കുന്ന യൂണിറ്റ്. HZ കണ്ടോ? സോ T = 1/nu. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ആംഗുലാർ ഫ്രീക്വൻസി ω = 2π/nu. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്: പീരിയഡ്, ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി.
ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. t is equal to 1/nu and omega is equal to 2π nu. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ലാർജ് ആണെന്ന് വിചാരിക്കും. അതായത് ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് തവണ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഓസിലേഷനെ നമ്മൾ എന്ത് വിളിക്കും? വൈബ്രേഷൻ എന്ന് വിളിക്കും. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓൺ ആൻ ആവറേജ് എ ഹ്യൂമൻ ഹാർട്ട് ഇസ് ഫൗണ്ട് ടു ബീറ്റ് 75 ടൈംസ് ഇൻ എ മിനിറ്റ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഫ്രീക്വൻസി ആൻഡ് പീരിയഡ്. ഒരു മിനിറ്റിൽ 75 പ്രാവശ്യമാണ് ഇത് മിടിക്കുന്നത് ഹാർട്ട്. അപ്പോൾ ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മിനിറ്റിലാണ്. ഒരു സെക്കൻഡിൽ എത്ര എന്നുള്ളതാണല്ലോ ഫ്രീക്വൻസി. സെക്കൻഡ് റേസ് ടു -1 ആണ് SI യൂണിറ്റ്. അപ്പോൾ സെക്കൻഡിലാക്കണം ആ മിനിറ്റിനെ. അപ്പോൾ 75/60, ഒരു മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ 75/60 ചെയ്താൽ 1.25 സെക്കൻഡ് റേസ് ടു -1 അല്ലെങ്കിൽ ഹേർട്സ് എന്ന് കിട്ടും. ടൈം പീരിയഡ് ഫ്രീക്വൻസി കിട്ടി. ഇനി എന്താണ് ടൈം പീരിയഡ്? t is equal to 1/1.25 0.8 സെക്കൻഡ് എന്ന് കിട്ടും. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? എനി ഫിസിക്കൽ പ്രോപ്പർട്ടി ദാറ്റ് ചേഞ്ചസ് വിത്ത് ടൈം. ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ സാധാരണത്തെ ട്രാൻസ്ലേഷണൽ ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ഡെഫിനേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, മീൻ പൊസിഷനിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ആ മാറുന്ന ദൂരത്തെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. ഇനി ഒരു ഓസിലേറ്ററി മോഷൻ ആണെങ്കിൽ ആ ഒരു ചെറിയ മാറ്റത്തിനനുസരിച്ച് പല ഫിസിക്കൽ പ്രോപ്പർട്ടികളിലും മാറ്റം ഉണ്ടാകാം. അത്തരത്തിൽ മാറുന്ന ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി വിത്ത് ടൈം, സമയത്തിനനുസരിച്ച് മാറുന്ന ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. അപ്പോൾ സാധാരണ നമ്മൾ എക്സ് എന്നൊക്കെയാണ് എഴുതാറുള്ളത്. പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ടു സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ മുകളിലേക്കും താഴേക്കും ടു ആൻഡ് ഫ്രോ മോഷൻ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അതിനെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കോസോ സൈനോ ഫംഗ്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും മിക്സ് ആയിട്ട് നമുക്ക് ആരെ റെപ്രസെന്റ് ചെയ്യാം? ഡിസ്പ്ലേസ്മെന്റിനെ, ഓസിലേറ്ററി മോഷനിലെ ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാം. അതെന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കാണും. എന്തുകൊണ്ട് വൈ എ സൈൻ ഓർ കോസ് ഫംഗ്ഷൻ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ കാണും. f(t) is equal to a cos omega t, അല്ലെങ്കിൽ or f(t) is equal to b sin omega t, or f(t) is equal to a cos omega t plus b sin omega t. ഇവർ മൂന്ന് പേരും ഒരു ഓസിലേറ്ററി മോഷനിലെ ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ്. എന്തുകൊണ്ടാണ് സൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിന്റെ മിക്സ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും ഒക്കെ റെഗുലർ ഇന്റർവെൽസിൽ റിപ്പീറ്റ് ചെയ്യുക വാല്യൂ. എന്താ സൈൻ 0 0, പിന്നെ സൈൻ 90, സൈൻ 45, സൈൻ 90, സൈൻ 180. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ ആ വാല്യൂസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. സൈൻ 270, സൈൻ 360. വീണ്ടും ഈ 0 എന്ന് പറയുന്ന ഏത് പോയിന്റ് തന്നെയാണ്? 360 തന്നെയാണ്. അത് തന്നെയാണ് കോസ് ഫംഗ്ഷൻ എടുത്താലും, അത് തന്നെയാണ് ഈ രണ്ട് ഫംഗ്ഷൻസിന്റെ സം എടുത്താലും. ഈ ഫംഗ്ഷനുകളൊക്കെ റെഗുലർ ഇന്റർവെൽസിൽ റിപ്പീറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫിസിക്സ് പറഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്കിതിനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സൈനിന്റെയോ കോസിന്റെയോ അല്ലെങ്കിൽ സൈനും കോസും കൂടി ചേർന്നിട്ടോ ഈ ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞത്. നോക്കൂ, കോസ് ഫംഗ്ഷന്റെ ഗ്രാഫാണിത്. കോസ് ഒമേഗ ടി, ഒമേഗ ടി എക്സ് ആക്സിസിലും കോസ് ഒമേഗ ടി വൈ ആക്സിസിലും വരച്ചാൽ ഒമേഗ ടി 0 ആവുന്ന സമയം കോസ് 0 എന്താണ്? 1 ആണ്. കണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ +1 വരച്ചത്. നമ്മൾ ഇവിടുന്ന് തുടങ്ങാം +1 വരച്ചത്. പിന്നെ കോസ് ഒമേഗ ടി പിന്നെ 90 ആവുമ്പോൾ എന്ത് സംഭവിക്കും? കോസ് 90 0 ആണ്. കണ്ടോ ഈ പോയിന്റ്. 180 ആകുമ്പോൾ കോസ് 180 -1 ആണ്. കണ്ടോ മാക്സിമം പോയിന്റ് ഇതാ -1. കോസ് 270 0 ആണ്. വീണ്ടും കോസ് 360 വീണ്ടും എന്തായി? +1 ആയി. അതുപോലെ തന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ റെഗുലർ ഇന്റർവെൽസിൽ ഒരേ തരം വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരേ ഗ്രാഫിന്റെ പീക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഓസിലേറ്ററി ഫംഗ്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് സൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോസ് ഫംഗ്ഷൻ എടുക്കുന്നത്. സൈനിന്റെ ഗ്രാഫ് വരച്ചാലും നമുക്ക് ഇതുപോലെ തന്നെ വരയ്ക്കാം. ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആദ്യം സൈൻ 0 നിന്ന് തുടങ്ങും. പിന്നെ ഇതിലെ പീക്കിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. സൈൻ 90 ആണ് 1, അപ്പോൾ ഇവിടെ ഉണ്ടാവും ആ പീക്ക്. അപ്പോൾ ആ ഗ്രാഫ് അതിനനുസരിച്ച് മാറും. അത്രേ ഉള്ളൂ. എന്തായാലും കൃത്യമായ ഇന്റർവെൽസിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. നോക്കൂ, ക്വാണ്ടിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. മോഷൻ ഇസ് ലിമിറ്റഡ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. എവിടെയൊക്കെയാണ്? മാക്സിമം ആണെങ്കിൽ +1 അല്ലെങ്കിൽ -1.
ഫംഗ്ഷൻ റിപ്പീറ്റ്സ് അറ്റ് എവറി 2π ആംഗിൾ. നോക്കൂ, 0-ൽ +1 ആയിരുന്നു, 2πയിലും +1 ആണ്, വീണ്ടും 4πയിലും +1 ആണ്. അപ്പോൾ ഒരേ ഫംഗ്ഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. ഏതാണ് ഇന്റർവെല്ല്? 2π - 0 എത്ര 2π, അല്ലെങ്കിൽ 4π - 2π എത്ര 2π. അപ്പോൾ ഓരോ ഇതും ഫംഗ്ഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഓരോ 2π ആംഗിൾ കഴിയുമ്പോഴും ആ ഫംഗ്ഷൻ ഒരേ വാല്യൂ ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇനി അതിന്റെ സമ്മുള്ള ഫംഗ്ഷനെ പറ്റി പറയാം. a cos ω t + b sin ω t. ഡിസ്പ്ലേസ്മെന്റ് f of t is equal to a cos ω t + b sin ω t. നമ്മളിതിനെ ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ a എന്നുള്ളതിന് d cos φ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, b എന്നുള്ളതിന് d sin φ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിയും ഫൈയും കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ f of t എന്നുള്ളത് എന്താ കിട്ടുക? d cos φ cos ω t + d sin φ sin ω t. ഇതെന്താണെന്ന് അറിയോ? ഡി പുറത്തേക്ക് എടുത്താൽ ബാക്കിയുള്ള ഫംഗ്ഷൻ cos φ cos ω t sin φ sin ω t എന്ന് പറഞ്ഞാൽ cos a cos b പ്ലസ് sin a sin b, അതായത് sin a plus b, ആ ഫോമിലാണിത്. അപ്പോൾ ഡി പുറത്തേക്ക് എടുത്താൽ sin ω t പ്ലസ് φ. ഇവിടെ ഡി എന്നുള്ളത് ഈ ഫംഗ്ഷന്റെ ആംപ്ലിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഇനി ഇക്വേഷൻ 1നെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. ഏതാണ് ഇക്വേഷൻ 1 എന്ന് പറയുന്നത്? a is equal to d cos φ-ഉം b is equal to d sin φ ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ a² + b² is equal to d² ഉണ്ടാവും, cos² φ പ്ലസ് sin² φ എന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഈ സാധനം എന്താണ്? 1 ആണ്. സോ a² + b² is equal to d² എന്ന് കിട്ടും. ഓർ d is equal to √a² + b² എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ ഇക്വേഷനിൽ നിന്ന് tan φ കാണുകയാണെങ്കിൽ എന്താ കിട്ടുക? tan φ കാണണമെങ്കിൽ b/a ചെയ്യണം വേണ്ടേ? അപ്പോഴാണ് ഡിയും ഡിയും ക്യാൻസൽ ചെയ്യും. sin φ / cos φ is equal to tan φ. അപ്പോൾ tan φ is equal to b/a. പ്രോബ്ലം ചെയ്ത് നോക്കാം. A boat at anchor moves up and down with the waves. ബോട്ട് തുറമുഖത്തിൽ അല്ലെങ്കിൽ സൈഡിൽ കെട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിന് ഇങ്ങനെ തിരയുണ്ട്, അല്ല ചെറിയ ഓളമുണ്ട്. ആ ഓളത്തിന്റെ മുകളിൽ ഇങ്ങനെ ബോട്ട് ആദ്യം മുകളിലേക്ക് പോകും, പിന്നെ താഴേക്ക് വരും, പിന്നെ മുകളിലേക്ക് പോകും, താഴേക്ക് വരും. എത്രയാണ്? 6 സെന്റിമീറ്റർ മുകളിലേക്ക് പോകും, 6 സെന്റിമീറ്റർ താഴേക്കും പോകും ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ ആൻഡ് മേക്സ് 1 കംപ്ലീറ്റ് അപ്പ് ആൻഡ് ഡൗൺ സൈക്കിൾ. എത്ര നേരം കൊണ്ട്? 5 സെക്കൻഡ് കൊണ്ട് ഒരു കംപ്ലീറ്റ് സൈക്കിൾ അവസാനിക്കും. എന്തൊക്കെയാ കാണാൻ പറഞ്ഞ? ആംപ്ലിറ്റ്യൂഡ്, പീരിയഡ്, ഫ്രീക്വൻസി ആൻഡ് ആംഗുലാർ ഫ്രീക്വൻസി. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. +6 മുകളിലേക്ക്, -6 താഴേക്ക്. അപ്പോൾ 6 ആണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ്. t is equal to 5 seconds ആണ്. കണ്ടോ? മേക്സ് 1 കംപ്ലീറ്റ് അപ്പ് ആൻഡ് ഡൗൺ എടുക്കുന്ന സമയം എത്രയാണ്? 5 seconds. സോ t is equal to 5 seconds. ന്യൂ ഫ്രീക്വൻസി കാണാൻ എന്ത് ചെയ്യാം? 1/t കഴിയാം. അപ്പോൾ 1/5 0.2 Hz കിട്ടും. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി കാണാൻ 2π ന്യൂ ചെയ്യാം. അപ്പോൾ 1.26 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. Which of the following functions of time represents a periodic and non-periodic motion? Give the period for each case of periodic motion. Omega is any positive constant. 4 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് പീരിയോഡിക് ഫംഗ്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യുക, ഏതൊക്കെയാണ് നോൺ പീരിയോഡിക് ഫംഗ്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യുക. ഇനി പീരിയോഡിക് ഫംഗ്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ പീരിയഡ്, ടൈം പീരിയഡും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താ? sin ω t + cos ω t. നമ്മൾ ജനറൽ റിലേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. എന്തായിരുന്നു നമ്മുടെ ജനറൽ റിലേഷൻ? a cos ω t + b sin ω t ആണ്. അപ്പോൾ ഇതും ഈ ഇക്വേഷൻ ഇങ്ങനത്തെ പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ. സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ a is equal to 1 എന്ന് കിട്ടും, b is equal to 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് എന്ത്? f of t is equal to d sin ω t + φ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. അവിടെ d is equal to എന്താണ്? √a² + b² ആണ്. അപ്പോൾ ഇവിടെ എക്കും ബിക്കും വാല്യൂ കൊടുത്താൽ √2 √1 + 1 √2 എന്ന് കിട്ടും. tan φ is equal to b/a. അപ്പോൾ എന്താണ്? tan φ is equal to b/a എന്ന് പറഞ്ഞാൽ ബിയും 1 ആണ്, എയും 1 ആണ്. എത്രയാണ്? അപ്പോൾ 1/1 എന്ന് കിട്ടും. എന്താണ് ഈ 1/1 എന്ന് പറഞ്ഞാൽ? tan φ is equal to 1. അപ്പോൾ ഏതോ ഒരു ആംഗിളിന്റെ tan എത്രയാണ്? 1 ആണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഏത് ആംഗിളിന്റെ? φ is equal to 45 ഡിഗ്രി. അതാണ് ഈ π/4 എന്ന് പറയുന്നത്. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാലും ഈ ഉത്തരം കിട്ടും. ആ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിക്കുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈനുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ f of t is equal to d sin ω t + φ ആണ്. സോ f of t is equal to d ക്ക് √2 sin ω t + π/4 എന്ന് വെച്ചാൽ
ഇതാണ് ആ ഫംഗ്ഷൻ, ഈ പ്രോബ്ലത്തിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ 2π കഴിയുമ്പോൾ 2π സമയം കഴിയുമ്പോൾ 2π ആംഗിൾ കഴിയുമ്പോൾ ഈ ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ ബ്രാക്കറ്റിലിട്ട ടേംസിന്റെ കൂടെ ഒരു 2π കൂടി കൂടിയാലും ഇതേ വാല്യൂ തന്നെയാണ് കിട്ടുക. ദാറ്റ് ഈസ് f of t is equal to √2 sin omega t plus 2π plus π/4. ഇനി അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എന്താണ് 2π plus π/4, ഈ ഒമേഗ ടി പ്ലസ് 2π/ഒമേഗ പ്ലസ് π/4. ഒമേഗയെ പുറത്തെടുത്തതാണ്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനിൽ നിന്ന് നിങ്ങൾ നോക്കി നമുക്ക് മനസ്സിലാവും ടി പ്ലസ് 2π/4. അപ്പോൾ എത്രയാണ് ഈ പുതിയ ഫംഗ്ഷന്റെ പീരിയഡ്, അത് കാണണമല്ലോ, ടൈം പീരിയഡ് കാണണമല്ലോ. ഈ ഒമേഗയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആള്, ആ സാധനമാണ് എന്ത്, സ്റ്റാൻഡേർഡ് റിലേഷനിൽ എന്താ ഉള്ളത്, ഒമേഗ ടി ആണ് അല്ലെ. അപ്പൊ അതിനോട് ചേർന്നിരിക്കുന്ന ആള് എത്രയാണ്, 2π/ഒമേഗയാണ്. അപ്പൊ ഒമേഗ ടി ഇസ് ഈക്വൽ ടു 2π/ഒമേഗ. സ്റ്റാൻഡേർഡ് റിലേഷനുമായി കമ്പയർ ചെയ്തിട്ടാണ്. എന്താ വെച്ചാൽ പിന്നെ സ്റ്റാൻഡേർഡ് റിലേഷൻ എന്താണ്, ഒമേഗ ഇൻറ്റു ക്യാപിറ്റൽ ടി. ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ആളാണിത്, 2π/ഒമേഗ. അടുത്ത സൈൻ ഒമേഗ ടി പ്ലസ് കോസ് 2 ഒമേഗ ടി പ്ലസ് സൈൻ 4 ഒമേഗ ടി. ആദ്യത്തെ ഫംഗ്ഷൻ വളരെ എളുപ്പമാണ്, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ടി പീരിയഡ് ടി ഈസ് ഈക്വൽ ടു 2π/ഒമേഗ എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കുമ്പോൾ ഒരു 2 എക്സ്ട്രാ ആയിട്ട് കിടക്കുന്നുണ്ട്, അതായത് ടി ഈസ് ഈക്വൽ ടു 2π/2 ഒമേഗ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു T0/2. ഇതൊക്കെ ജനറൽ റിലേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. സൈൻ 4 ഒമേഗ ടി, അവിടെ ടി ഈസ് ഈക്വൽ ടു ടൈം പീരിയഡ് ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 2π/ഒമേഗ എന്നുള്ളതിന് പകരം 4 ഒമേഗ. ഇവിടെ ഒമേഗയ്ക്ക് പകരം ഇവിടെ ഒമേഗ 1 ഒമേഗ, ഇവിടെ 2 ഒമേഗ, ഇവിടെ 4 ഒമേഗ. അപ്പൊ ആ ടേംസും കൂടി അതിലേക്ക് വരും. സോ T0/4. അപ്പൊ എന്താണ് ഇവിടുത്തെ ടൈം പീരിയഡ് എന്ന് പറയുന്നത്, 2π/ഒമേഗയാണ്. T0, T0/2, T0/4 അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും ഡിഫറൻസ് എടുത്താൽ എത്ര കിട്ടുക, 2π/ഒമേഗയാണ് കിട്ടുക. അടുത്ത രണ്ട് ഫംഗ്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാകും, അത് രണ്ടും എന്തല്ല, പീരിയോഡിക്കലി റിപ്പീറ്റിംഗ് ഫംഗ്ഷൻ അല്ല. ഇ റേസ് ടു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മൈനസ് ആയതുകൊണ്ട് ഇത് ഡിക്രീസിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഇതുപോലെയാണ് ഗ്രാഫ് കിട്ടുക. അപ്പോൾ ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ അല്ല, അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ പീരിയോഡിക് മോഷനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം പീരിയഡിനുള്ള എക്സ്പ്രഷൻ എഴുതാൻ കഴിയില്ല. ലോഗ് ഒമേഗ ടി അതുപോലെ തന്നെയാണ്. ലോഗ് ഫംഗ്ഷൻ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ്ലി ഇൻക്രീസസ് വിത്ത് ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും എന്തല്ല, പീരിയോഡിക് മോഷൻ അല്ല. അപ്പൊ ജനറൽ ഇക്വേഷൻ നന്നായിട്ട് ഓർത്ത് വെക്കുക, അതുമായിട്ട് കമ്പയർ ചെയ്യുക, അത് മാത്രമാണ് ഇതിലെ പ്രോബ്ലംസിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.